തിരുനായത്തോട് ശിവനാരായണ ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ എത്തുന്നതിനും ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നതിനും ക്ഷേത്ര അങ്കണത്തിൽ ഈ തുലാഭാരം എന്ന് പറയുന്ന ചടങ്ങ് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. എനിക്കിതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അതിന്റെ എന്താ പറയാ മഹാത്മ്യം അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ ക്ഷേത്ര സന്നിധിയിൽ വന്ന് നിങ്ങൾ അത് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷപൂർവ്വം അവിടെ ഇരിക്കാനുണ്ടായത്. അതില് വാസുദേവത്ത് കഴിഞ്ഞപ്പോൾ ഐ ഫീൽ വെരി ഹാപ്പി. ബിക്കോസ് എന്താ പറയുക, ഈ ക്ഷേത്രത്തിന്റെ പരിസരങ്ങൾ തന്നെ മനുഷ്യന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിനും മനുഷ്യന്റെ മനസ്സിലുള്ള നല്ല വിചാരങ്ങളെയും വികാരങ്ങളെയും പ്രചോദിപ്പിക്കുന്നതിനും വളരെ ഉതകുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്ന് കണ്ടതിന് ശേഷം ചരിത്ര പ്രസിദ്ധവും വളരെയേറെ പുരാതനവും വളരെയേറെ മാഹാത്മ്യമുള്ള ഈ ക്ഷേത്രം മറ്റ് പല ക്ഷേത്രങ്ങളെയും പോലെ ഈ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ മുഖാന്തരം ഒരു പ്രത്യേക അവസ്ഥയിലാണിന്ന്. അത് ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുന്നവരോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ പരിസരങ്ങൾ ചുറ്റി നടക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെ മാസത്തിലെ ഈ ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതിയുടെ ഉള്ള അംഗങ്ങളുടെ പേര് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, വാസ്തവത്തില് കേരളത്തിന്റെ പാരമ്പര്യമായിട്ടുള്ള നാനാജാതി മതസ്ഥരുടെ മത സൗഹാർദ്ദവും സ്നേഹവും ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സാഹോദര്യം, അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതിയിൽ ഞാൻ കണ്ടു. മിസ്റ്റർ ഷിയോ പോൾ, അദ്ദേഹത്തിന്റെ മറ്റ് സുഹൃത്തുക്കളെല്ലാം ക്ഷേത്രത്തില് ഇവിടെ വന്ന് ആരാധന നടത്തുന്ന മറ്റെല്ലാവരെയും പോലെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലായോ ഈ ക്ഷേത്രത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ചും ഈ ക്ഷേത്രം കൂടുതൽ നന്നായി പുനരുദ്ധാരണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ക്ഷേത്ര പരിസരങ്ങൾ കൂടുതൽ പ്രയോജനപ്രദമായ രീതിയിൽ മനുഷ്യർക്കെല്ലാം പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്നതിനുള്ള കാര്യങ്ങളാണ് അദ്ദേഹം കണ്ടപ്പോൾ മുതൽ പറയുക. അത് വാസ്തവത്തിൽ ഒരു വലിയ കാര്യമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ മത സൗഹാർദ്ദവും വിവിധ മതസ്ഥർ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നതിന് ഉള്ള ആവശ്യമുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മതസ്പർദ്ധയും പരസ്പര ശത്രുതയും ഒക്കെ പല സ്ഥലങ്ങളിലും വളർന്നു വരുന്ന ഈ കാലത്ത് ഈ സ്ഥലത്ത് കാലടിയോടെ തൊട്ടടുത്തുള്ള ഈ സ്ഥലത്ത് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുമുള്ള ആളുകൾ ഇന്നും ഇത്രയധികം സാഹോദര്യത്തോടും സമഭാവനയോടും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് വാസ്തവത്തിൽ വളരെ വളരെ സന്തോഷജനകമായ ഒരു കാര്യമാണ്. വളരെ എനിക്ക് അത് കാരണം ഇവിടെ വന്നപ്പോൾ മുതൽ തന്നെ ഐ എം ഫീലിംഗ് സോ ഹാപ്പി. ഒരു മനുഷ്യനുള്ള നല്ല വികാരങ്ങളെയും മനുഷ്യനോടുള്ള സ്നേഹഭാവം എങ്ങനെ വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ ആ സ്നേഹഭാവത്തെ എങ്ങനെ ഉത്തേജിപ്പിക്കണം എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഞാനിവിടെ കാണുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പരിസരങ്ങൾ ഈ പ്രദേശത്തിന് മാത്രമല്ല, ഈ നാട്ടിന് മാത്രമല്ല, മറ്റ് എല്ലാ സ്ഥലങ്ങളിലുമുള്ള നാനാ മതസ്ഥരായ മനുഷ്യരുടെ അല്ലെങ്കിൽ നമ്മളുടെ സഹജീവികളുടെ സഹായത്തിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടിയുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ഉള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും പലതരത്തിലുള്ള അല്ലെങ്കിൽ പല സംഘടനകളുടെ പല രീതിയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യസ്നേഹികളായ ആളുകളുടെ സഹകരണം ഈ ഒരു സംരംഭത്തിന് ഉണ്ടാകുമെന്നാണ് ഇവിടെ വന്നപ്പോഴെനിക്ക് തോന്നിയത്. ഞാൻ ശ്രീ ജോസ് പോളിനോടും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോടും ഈ ഇതിന്റെ ശ്രീ ഉണ്ണികൃഷ്ണനോടും ഇവിടെ ഇരിക്കുന്ന മറ്റ് സ്നേഹിതരോടും
പ്രത്യേക എന്താ പറയുക ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പരിപാടി എൻ്റെ മനസ്സിലില്ലെങ്കിൽ തന്നെയും ഏതെങ്കിലും തരത്തില് ശിവനാരായണന്റെ അനുഗ്രഹത്തോടുകൂടി ഈ പ്രദേശത്തിന് വളരെയധികം പ്രയോജനപ്രദമായ രീതിയിൽ ഈ ക്ഷേത്രത്തിന്റെ പരിസരങ്ങൾ വളർന്നു വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും സഹകരണങ്ങളോടുകൂടി ആ ഒരു പ്രസ്ഥാനം അതിനുള്ള കാര്യങ്ങൾ ക്ഷേത്രസമിതിയും ഷിയോപ്പോളും എല്ലാം കൂടെ ആലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ നാട്ടിലും ഈ നാട്ടിന് പുറത്തുമുള്ള നല്ല മനുഷ്യരെല്ലാം സഹായിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. തുടക്കത്തിൽ ഈ ആറന്മുള കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വാസ്തുവിദ്യ ഗുരുകുലത്തിന്റെ സഹായത്തോടുകൂടി ഈ ചുമർ ചിത്രങ്ങളും അതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് അവരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ഡയറക്ടർ സുരേഷും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഇവിടെ വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആ ഒരു തുടക്കത്തോടുകൂടി ഒരു നല്ല പ്ലാനുമൊക്കെ ഉണ്ടാക്കിയിട്ട് ശിവനാരായണില് വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകാം. ഈ അവസരത്തിൽ എന്നെ ഇവിടെ വിളിച്ചു വരുത്തി ഈ ക്ഷേത്ര ദർശനം നടത്തുന്നതിനുള്ള അവസരം ഉണ്ടാക്കി തന്നതിന് ഇവിടെ ഇതിന്റെ ഭാരവാഹികളായിട്ടുള്ള എല്ലാവരും